സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ സാക്ഷ്യത്തോട് ചേർന്ന് ഞാനൊരു വാക്യം വായിക്കാം. ഞാൻ കാർമുകിലിനെ പോലെ നിൻ്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിൻ്റെ പാപങ്ങളെയും അയച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് ഈ രംഗത്ത് നിൽക്കുവാൻ ഒരേ ഒരു യോഗ്യതയുള്ളൂ. കർത്താവ് യേശുക്രിസ്തു എന്നെയും വീണ്ടെടുത്തു എന്ന് പറയുവാൻ. പാപിയായിരുന്ന എന്നെയും എൻ്റെ യേശു സ്നേഹിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ വിവാഹമാകുന്നതിന് മുമ്പേ എൻ്റെ യേശുവിനെ കണ്ടു. അവൻ എന്നെ വിളിച്ചു, അവൻ എന്നെ വേർതിരിച്ചു. ഇന്നുവരെയും എന്നെ നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ജനിച്ചു വളർന്ന എല്ലാം കുട്ടമ്പുഴ എന്ന ദേശത്താണ്. എൻ്റെ ബാല്യകാലം തീർത്ത നിരാശ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. എൻ്റെ പിതാവ് ഒരു മദ്യപാനി ആയിരുന്നുകൊണ്ട് അതിൻ്റേതായ എല്ലാ തിക്തഫലങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ എൻ്റെ പിതാവ് ഒരു സുവിശേഷവും കേൾക്കുവാനിടയായി. അന്ന് തന്നെ എൻ്റെ പിതാവിൻ്റെ മദ്യപാനം സ്വർഗ്ഗത്തിലെ ദൈവം മാറ്റിക്കൊടുത്തു. എൻ്റെ കുടുംബത്തിൽ സമാധാനം വന്നു. പിള്ളേരെ, ഞങ്ങൾ വീട്ടിൽ 4 മക്കളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഞാൻ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു പാപിയാണെന്ന്. എൻ്റെ പാപങ്ങളെല്ലാം കർത്താവ് യേശുക്രിസ്തുവിനോട് ഏറ്റുപറയാനും ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് നടത്തുവാനെല്ലാം ദൈവം കൃപ തന്നു. ക്രമേണ എൻ്റെ ജീവിതം എല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം മനോഹരമായി ഏറ്റെടുത്തു. എൻ്റെ വിവാഹ കാര്യങ്ങൾ വന്നപ്പോഴെല്ലാം സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് നല്ലൊരു ഭർത്താവിനെ, ദൈവവേദനെ തന്നെ ഭർത്താവായി കർത്താവ് തന്നു. അവിടെ ഒന്നും ഞാൻ അതിൻ്റെ വിലയൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. എന്നും പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്ന ഒരു ദൈവവേദന കർത്താവ് എനിക്ക് തന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷമാണ് എനിക്ക് SLE എന്ന് പറഞ്ഞ വലിയൊരു രോഗം പിടിപെട്ടു. ഞാൻ കിടന്ന കിടപ്പിലായിരുന്നു. എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുഴിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം എൻ്റെ രോഗങ്ങളെയും എനിക്ക് സൗഖ്യമാക്കി തന്നു. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമായിരുന്നില്ല. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ ദാനമായി തന്നു. അത് കഴിഞ്ഞ് സമാധാനത്തോടെ പോകുന്ന കാലയളവിലാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു രോഗം പനിയായിട്ട് വന്നത്. എന്നാൽ പിന്നീടാണ് അറിയുന്നത് അത് ക്യാൻസറാണെന്ന്. ആ കാലങ്ങളിലെല്ലാം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഉള്ളംകരങ്ങളിൽ വഹിക്കുകയായിരുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്നും സ്വർഗത്തിലെ ദൈവം ദേവദാസന്മാരെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ ബലമുള്ളത് കൊണ്ടും അന്നും പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഞാൻ നന്ദിയില്ലാത്തൊരു ഹൃദയത്തിനുടമയാണ്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ ഭർത്താവിന് അസുഖം വരുന്ന സമയങ്ങളിലാണ് വീട് പണിയെല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് 3 മാസം ആയില്ലായിരുന്നു. അതിക്ക് മുമ്പേ കോവിഡെല്ലാം വന്ന് നമുക്ക് അതൊന്നും അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നമ്മൾ കേസ് കൊടുക്കുകയും അതെല്ലാം തള്ളിക്കളയുകയെല്ലാം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥനയെ മാനിച്ച് സ്വർഗത്തിലെ ദൈവം ആ കേസിൻ്റെ മേൽ ഒട്ടും സാധ്യതകളില്ലാതിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പ്രാർത്ഥനയെ മാനിച്ച് അവിടുന്ന് ആ വീടെല്ലാം ജപ്തിയെല്ലാം വന്നത് പേടിച്ചരണ്ടിരുന്ന ദിവസങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിന്മേലെല്ലാം അവിടുത്തെ അത്ഭുതക്കാരം വെച്ചു. ഇന്ന് ഞങ്ങൾ എന്തായിരിക്കുന്നോ അതെല്ലാം ദൈവത്തിൻ്റെ മഹാകൃപയാണ്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ പിന്നീടുള്ള ജീവിതങ്ങളിലെല്ലാം ഞാൻ ഏറെ വീണും എഴുന്നേറ്റെല്ലാം നിൽക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ആ സമയത്തും സ്വർഗത്തിലെ ദൈവം ദൈവമക്കളുടെ പ്രാർത്ഥനയെ മാനിച്ച് സൗജന്യമായ രക്ഷ എൻ്റെ പിതാവിന് കൊടുക്കുകയും ദൈവസന്നിധിയിൽ എടുക്കപ്പെടുവാനും കൃപ ഓർത്തു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാനിന്ന് നോക്കുമ്പോൾ അറിയാം എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതായ ഒന്നുമില്ല എന്ന്, ഈ ഭൂമിയിൽ ഒന്നിലും ആശ്രയിക്കാനില്ല എന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചു. ഞാൻ കുറേ കാലങ്ങളെല്ലാം എന്നിൽ തന്നെ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നു, മറ്റുള്ളവരിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ കാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തന്നെ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം തരുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ എന്നെ ഈ കാലങ്ങളിൽ നടത്തുന്നു എന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം പാപത്തിൻ്റെ പ്രകമ്പമെല്ലാം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. ആരെയും അഹങ്കരിച്ച് പറയുന്ന സ്വഭാവം, എൻ്റെ സ്വയവും എൻ്റെ സ്വയപ്രശംസയും മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്ന ഇല്ലായ്മയെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. ഓരോ ദിവസവും എൻ്റെ പാപങ്ങളെ കാണുവാനെല്ലാം സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തരുന്നു. ഒരു കുഞ്ഞ് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ അവൻ ഭയപ്പെടുന്നില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ
കൂടെ ഇരുന്ന് യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതുവരെ നിന്നു എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. കർത്താവ് യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചു. അവൻ എന്നെ തള്ളിക്കളയാതെ ആ 99 ആടിനെയും വിട്ടിട്ട് ഒന്നിനെ തേടി വന്ന നല്ലവനായ യേശു എന്നെയും തേടി വന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ യേശുവിൻ്റെ സ്നേഹം മാത്രമാണ് ഇന്ന് എന്നെ പിടിച്ചു നിർത്തുന്നത്. അവൻ എന്നെ തള്ളിക്കളയാതെ, ഈ ഭൂമിയിലെ ഒരു മനുഷ്യൻ എൻ്റെ പാപ സ്വഭാവങ്ങൾ അറിഞ്ഞാൽ എന്നെ ആരും സ്നേഹിക്കില്ല. എന്നാൽ എല്ലാം കണ്ടിട്ടും ഒന്നും കാണാത്തവനെ പോലെ, എല്ലാം കേട്ടിട്ടും ഒന്നും കേൾക്കാത്തവനെ പോലെ എൻ്റെ യേശു ഇന്നുവരെയും എന്നെ സ്നേഹിച്ചു. അവൻ എന്നെ തള്ളിക്കളയാതെ ചേർത്ത് പിടിച്ചു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അക്കരെ നാട്ടിൽ വിശ്രമിക്കുന്ന സമയം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഒരു യാത്രയിലാണ്. സ്വർഗനാട്ടിലേക്കുള്ള യാത്ര. ആ യാത്രയിലെത്തുവോളം എനിക്കറിയാം ഈ ഭൂമിയിൽ കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഒരിക്കലും മാറിപ്പോകാത്ത സങ്കടങ്ങളെല്ലാം ജീവിതത്തിലുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരിയായി യേശു ക്രിസ്തു അതിൽ ആശ്വാസം പകർന്നു തരുന്നു. കഷ്ടതകളില്ലാത്ത, വേദനകളില്ലാത്ത ആ സ്വർഗനാട്ടിലെത്തുവാൻ എൻ്റെ ഒരു വിശുദ്ധിയുള്ള ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു അരുമ മണവാട്ടിയായി അന്ത്യം വരെയും നിൽക്കുവാൻ, ഒരു കറയും കളങ്കവും ഇല്ലാത്ത മണവാട്ടിയായി അന്ത്യം വരെയും ആക്കരദേശത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദം മുത്തുവോളം അവൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് നിൽക്കുവാൻ, വീഴാതെ നിൽക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു തരുന്നു. ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ കൊള്ളാകുന്നവനായി, പ്രാർത്ഥന കേൾക്കുന്നവനായി കർത്താവായ യേശു ക്രിസ്തു വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇറങ്ങി വരുന്ന നല്ലവനായ യേശു ഏതവസ്ഥയിലും ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്ന നല്ലവനായ യേശു ക്രിസ്തു, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ ഇന്നുവരെയും ഞങ്ങളെ നടത്തുന്നു. അവൻ തള്ളിക്കളയാതെ ചേർത്ത് പിടിച്ച് ഇതുവരെയും യേശു ക്രിസ്തു നടത്തി. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്ത്യത്തോളം അവൻ്റെ ഒരു മഹിമ കണ്ട സാക്ഷികളായി യേശു എന്നിൽ കൂടെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാത്മാക്കിനെ നേടിക്കൊണ്ട് വിശുദ്ധിയോടെ നിൽപ്പാൻ നിങ്ങളെല്ലാവരും എനിക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.